കടന്നാൽ അവിടെ തിയറീസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, ഇതിന്റെ അകത്ത് ഷുംബീറ്ററിന്റെ തിയറി, ഇന്നോവേഷൻ തിയറി. ഇത് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജിയുടെ മേഖലയാണ്. ഹായ് ഹലോ, വെൽക്കം യു ആൾ ടു എൻട്രിയ. ഐ ആം കാവ്യ. അപ്പം നമ്മളൊരു ബി.എഡ് ഒക്കെ കഴിഞ്ഞ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പാസ് ആവേണ്ട ഒരു എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ സെറ്റില് എക്കണോമിക്സിന്റെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് യൂണിറ്റില്, അതായത് മൈക്രോ ഇക്കണോമിക്സ് ആണ്. അതിന്റെ അകത്ത് നിങ്ങൾക്ക് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഉണ്ട്. അതായത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു +1 +2 റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1ൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ഡിമാൻഡ് അനാലിസിസ്, അതേപോലെ ഹിഗ്സ് അലന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, പ്രൈസ് തിയറി, ഇൻകം ഇഫക്റ്റ്, ഇൻഡിഫറൻസ് കർവ്, റിവീൽഡ് പ്രിഫറൻസ് തിയറി. ഇതെല്ലാം എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് LES, CES ഡിമാൻഡ് ഫങ്ഷൻസ് ഉണ്ട്. ബാൻഡ് വാഗൻ, സ്നോബ്, വെബ്ലൻ, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവരുടെ ഇലാസ്റ്റിസിറ്റീസ് എങ്ങനെയാണ്, അതേപോലെ ഇപ്പൊ ബാൻഡ് വാഗൺ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം മറ്റുള്ളവർ കൺസ്യൂം ചെയ്യുന്നത് കണ്ട് നമ്മൾ കൺസ്യൂം ചെയ്യാണ്, അല്ലെ? സ്നോബ് ആകുമ്പോൾ യുണീക്ക് ആവാനാണ് ഇഷ്ടം. പ്രൈസ് കൂടുമ്പോൾ ഒരു കെമോഡിറ്റി വാങ്ങുന്നത് വെബ്ലൻ. ഇങ്ങനെ പലതരത്തിലുള്ള വെർഷൻ ഉണ്ട്, അല്ലെ? അപ്പം എങ്ങനെയാണ് എന്നുള്ള, അല്ലെങ്കിൽ ഡിഫറൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. മൊഡ്യൂൾ 2ലേക്ക് പ്രവേശിച്ചാൽ അവിടെ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ആണ്. ട്രഡീഷണൽ ആസ് വെൽ ആസ് മോഡേൺ കോസ്റ്റ് തിയറികളെ കുറിച്ച് നോക്കുക. കോബ് ഡോഗ്ലസ്, CES, VES, ട്രാൻസ്ലോഗ്, ഇവരുടെ വ്യത്യാസങ്ങൾ, അതായത് ഈ 4 എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് പഠിക്കാം. ആരാണ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്, ഇവരുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അതേപോലെ ഹാരോഡിന്റെയും ഹിഗ്സിന്റെയും ടെക്നിക്കൽ പ്രോഗ്രസ് ഫങ്ഷൻസ്, ഹാരോഡ് ലേബർ ഓഗ്മെന്റിങ്, ഹിഗ്സ് ബോത്ത്, അല്ലെ? അങ്ങനെ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചൊന്ന് നോക്കി വെക്കുക. അടുത്തത് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. മാർക്കറ്റ് സ്ട്രക്ചറിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്, ഷോർട്ട് റൺ, ലോങ് റൺ ഇക്വിലിബ്രിയം മാർക്കറ്റ് കണ്ടീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി, മോണോപ്പൊളിസ്റ്റിക്, ഇവരുടെ എല്ലാം ഇക്വിലിബ്രിയം, ഇവരുടെ എല്ലാം ഫീച്ചേഴ്സ്, ഇതെല്ലാം നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. പിന്നെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഉണ്ട്, ലോങ് റൺ ഇക്വിലിബ്രിയം ടെൻഡൻസി ഉണ്ട്, അത് കൃത്യമായി പഠിക്കുക. ബ്രേക്ക് ഈവൻ അനാലിസിസ്, പിന്നെ മോണോപ്പൊളി പവർ, ഇപ്പൊ കലേക്കി, ആബാപ്പി, ലേണർ, ഇവരുടെയൊക്കെ മോണോപ്പൊളി പവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതും ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. പിന്നീട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബർട്രൻഡിന്റെയും സ്റ്റാക്കിൾബർഗിന്റെയും ചാംബർലിന്റെയും കൊർണോട്ടിന്റെയും മോഡല്. ഇവർ ഓരോരുത്തരും എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇപ്പൊ കൊർണോട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട്, ബർട്രൻഡ് ആണെങ്കിൽ പ്രൈസ്, സ്റ്റാക്കിൾബർഗ് ആണെങ്കിൽ ലീഡർഷിപ്പ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? അപ്പം എന്തിനാണ് ഇവരെല്ലാം സ്പെൽ ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതിനോടൊപ്പം ഏത് വർഷമാണ് എന്നും കൂടി ഒന്ന് പഠിച്ചു വെക്കാം. കോൺസെപ്റ്റ് ഓഫ് കിങ്ഡം ഡിമാൻഡ് കർവ്, പോളം സ്വീസി, അല്ലെ? 1939 അസോസിയേറ്റ് ചെയ്യുന്നു. വർഷം നോക്കി വെക്കുക. കിങ്ഡം ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് റിജിഡിറ്റി, ക്വാണ്ടിറ്റി റിജിഡിറ്റി, അല്ലെ? അപ്പം എന്താ അവിടെ സംഭവിക്കുന്നത്? മറ്റൊരു പ്രൊഡ്യൂസർ കൂട്ടുമ്പോൾ നമ്മൾ പൈസ കൂട്ടുന്നില്ല, കുറയ്ക്കുമ്പോൾ ഫോളോ ചെയ്യുന്നു, അല്ലെ? സോ അത് നോക്കി വെക്കുക. അതേപോലെ കാർട്ടൽസ്, പ്രൈസ് ലീഡർഷിപ്പ്, രണ്ട് കോൺസെപ്റ്റും വ്യക്തമായി നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രിസണേഴ്സ് ഡിലേമ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. സോ എന്ത് ചെയ്യുക, കൃത്യമായി തന്നെ അതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. അതിന്റെ ഫീച്ചേഴ്സും നോക്കുക. അടുത്തത് മൊഡ്യൂൾ 4 തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് ജനറൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ വെൽഫെയർ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ അകത്ത് റിക്കാർഡോ, അതുപോലെ തന്നെ മാർക്സ്, കലേക്കി, ഇവരുടെ കോൺട്രിബ്യൂഷൻസ് പഠിക്കുക. യൂളേഴ്സ് തിയറം, അതുപോലെ ആഡിങ് അപ്പ് തിയറം, അതിന്റെ നൊട്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ എങ്ങനെയാണ് അതിന്റെ എക്സ്പ്രഷൻ എന്ന് നോക്കുക.
അതേപോലെ വാൾറേഷൻ ഇക്വിലിബ്രിയം, പാർഷ്യൽ ജനറൽ ഇക്വിലിബ്രിയം, ഇതിനെ കുറിച്ചൊന്ന് പഠിച്ച് വെക്കുക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഈ മോറൽ ഹസാർഡ്, അഡ്വേഴ്സ് സെലക്ഷൻ, എക്സ്റ്റേണാലിറ്റി കോൺസെപ്റ്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മോറൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്വേഴ്സ് സെലക്ഷൻ ഇത് എപ്പോഴാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുമ്പോൾ എത്ര തരത്തിലുണ്ട് എക്സ്റ്റേണാലിറ്റീസ്, അതെന്തെല്ലാം പ്രോബ്ലംസിലേക്ക് നയിക്കും എന്നതിനെ കുറിച്ചും ഒന്ന് നോക്കി വെക്കുക. ഇനി യൂണിറ്റ് 2 നമ്മളിപ്പോ പഠിച്ചത് അല്ലെങ്കിൽ നോക്കിയത് മൈക്രോ ആണ്. ഇനി അടുത്തത് ഓഫ് കോഴ്സ് മാക്രോ ആയിരിക്കും അല്ലെ. അതിനകത്ത് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ISLM മോഡൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. മുണ്ടൽ ഫ്ലമ്മിംഗ് മോഡൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് കൺസിഡറേഷൻ, ബാലൻസ് ഓഫ് പേയ്മെന്റ് വരുമ്പം എങ്ങനെയാണത് ജനറേറ്റ് ചെയ്യുന്നത്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇതിന്റെ അകത്ത് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ബിഹേവിയറൽ ഫൗണ്ടേഷൻസ് ആണ്. അതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അബ്സല്യൂട്ട്, റിലേറ്റീവ്, പെർമനന്റ് ആൻഡ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് ആണ്. ആരാണ് കൊണ്ടുവന്നത്, ഇതിന്റെ ഫോർമുല എന്താണ്, അതേപോലെ തന്നെ ഇതിന്റെ ഫങ്ഷണൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതേപോലെ നിയോ ക്ലാസിക്കൽ കെയ്നീഷ്യൻ മോഡൽ എന്താണ്, ആക്സലറേറ്ററും മൾട്ടിപ്ലയറും രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ക്യൂ റേഷ്യോ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഹയർ ആയിട്ട് HSST ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യൂ റേഷ്യോസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യൂ റേഷ്യോസ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ ബൈ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെ, ക്യൂ റേഷ്യോയും കൂടി ഒന്ന് നോക്കി വെക്കുക. മൊഡ്യൂൾ 3ലേക്ക് കടന്നാൽ ബിസിനസ് സൈക്കിൾ ആണ്. അതിന്റെ അകത്ത് ബിസിനസ് സൈക്കിളിന്റെ ആ ഒരു ഫേസസ് നിങ്ങൾ പഠിക്കണം, കാരണം അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ഇതിന്റെ മേഖലയിൽ നോക്കേണ്ടത് ഞാൻ പറഞ്ഞു, മൾട്ടിപ്ലയർ, ആക്സലറേറ്റർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫിലിപ്സ് കർവ്, ഒക്കൻസ് ലോ, ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഫിലിപ്സ് കർവും ഒക്കൻസ് ലോവും കൃത്യമായി എന്താണ്, അവിടെ ട്രേഡ് ഓഫ് എങ്ങനെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. മൊഡ്യൂൾ 4ലേക്ക് കടന്നാൽ അവിടെ മാക്രോ എക്കണോമിക് സ്കൂൾസ് ആൻഡ് പോളിസീസ് ആണ്. അതിന്റെ അകത്ത് സപ്ലൈ സൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ മോണിറ്ററി പോളിസി എന്തിനാ, അതിന്റെ റിക്വയർമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ചോദിക്കാറുണ്ട്. ടെയ്ലേഴ്സ് റൂൾ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ബാരോ റിക്കാർഡോ ഇക്വലൻസ്, ഈ ഇക്വലൻസ് തിയറി റിലേറ്റഡ് ആയിട്ട് HSSTക്ക് പോലും ചോദിക്കാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബേസ് ആയി തന്നെയാണ് HSST എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സെറ്റിന്റെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. സെറ്റ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ HSST ക്രാക്ക് ചെയ്യുക പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഹെർക്യൂലിയൻ ടാസ്ക്. ഇനി യൂണിറ്റ് 3ലേക്ക് പ്രവേശിച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ ഇക്കണോമിക് അനാലിസിസ് ആണ്. അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉണ്ട്, അതില് ഫോർമുലകൾ, അതേപോലെ ഈ മാത്തമാറ്റിക്കൽ ആവറേജ് ഏതാണ്, പൊസിഷണൽ ആവറേജ് ഏതാ മുതലായ കാര്യം നിങ്ങൾ നോക്കണം. മീൻ, മീഡിയൻ, മോഡ്, ജിയോമെട്രിക്, ഹാർമോണിക്, ഇതിന്റെ എല്ലാം ഫീച്ചേഴ്സ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ കീഴിൽ ഏതൊക്കെയാണ് വരുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷന്റെ കീഴിൽ ഏതൊക്കെയാ വരുന്നത് എന്നതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. സ്ക്യൂനെസ്സും കെർട്ടോസസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, കോറിലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, പാർഷ്യൽ, മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അവരെ അസോസിയേറ്റ് ചെയ്യുന്ന ബേസിക് കോൺസെപ്റ്റ്, ബൈനോമിയൽ, പോയ്സോൺ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അവരെന്താണ് എന്നതിനെ കുറിച്ചും നമുക്കൊരു ബേസിക് ഐഡിയ ആവശ്യമാണ്. മൊഡ്യൂൾ 2ലേക്ക് കടന്നാൽ വീണ്ടും അവിടെ മാത്തമാറ്റിക്കൽ ഏരിയ ആണ്. അതിന്റെ അകത്ത് നിങ്ങൾക്ക് മെട്രിക്സ് ഉണ്ട്, മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ക്രാമേഴ്സ് റൂള് പഠിച്ചു വെക്കുക. വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും സിമ്പിൾ ആയിട്ട് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കുക. അടുത്തത് കൺസ്യൂമർ സർപ്ലസ്, പ്രൊഡ്യൂസർ സർപ്ലസ്. ഇത് കോൺസെപ്റ്റ് ആയിരിക്കും ജനറലി നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. പിന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പം കുറച്ചുകൂടെ ടഫ്നെസ് കൂടി വരുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ ടഫ്നെസ് കൂടി വരുന്നത് കൊണ്ട് ചിലപ്പോൾ കൺസ്യൂമർ സർപ്ലസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സർപ്ലസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത, ഈ അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്.
മൊഡ്യൂൾ 3 എക്കണോമെട്രിക് മെത്തേഡ്സ് ആണ്. പണ്ട് നമുക്ക് ആക്ച്വലി ഈ ഒരു എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് കുറച്ചു കൊല്ലങ്ങൾ മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്കറിയാം എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് റാപ്പിഡായി എല്ലാ മേഖലയിലും ആവശ്യമായി വരുന്നത് കൊണ്ട് എക്കണോമെട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൂടുതൽ ചോദിക്കാറുണ്ട്. സിമ്പിൾ ആൻഡ് ജനറൽ ലീനിയർ എക്കണോമെട്രിക് മോഡലുകൾ, അതേപോലെ R2, അതേപോലെ ഗോസ് മാർഗവ് തിയറം, ഓട്ടോ കോറിലേഷൻ, മൾട്ടി കൊളൈനറിറ്റി, ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി മുതലായിട്ടുള്ള കോൺസെപ്റ്റുകളും ജനറലി എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. അടുത്തത് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജിയുടെ മേഖലയാണ്. അതിന്റെ അകത്ത് നിങ്ങൾക്ക് സാമ്പിളിംഗ് ഉണ്ട്, നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, ടൈപ്പ് 1, ടൈപ്പ് 2 ഇറേഴ്സ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആരാണ് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് മുതലായ കാര്യങ്ങൾ, അതിന്റെ ഫോർമുല. ആൻഡ് മൂവിങ് ഓൺ ടു യൂണിറ്റ് 4. യൂണിറ്റ് 4 എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെയും കേരളയുടെയും ഡെവലപ്മെന്റൽ എക്സ്പീരിയൻസ് ആണ്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആ, GDPയുടെ ട്രെൻഡ്, ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ്, നാഷണൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ട്രെൻഡുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ, ട്രെൻഡുകൾ. പിന്നെ ഉള്ളത് HDI, PQLI, HPI, MPI മുതലായിട്ടുള്ള കോൺസെപ്റ്റുകള്, വർഷങ്ങള്, നമ്മളിപ്പോ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്. മൊഡ്യൂൾ 2ലേക്ക് കടന്നാൽ ഡെവലപ്മെന്റൽ സ്ട്രാറ്റജീസ് ഇൻ ഇന്ത്യ ആണ്. പ്ലാനിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ്, ഏതൊക്കെ 5 ഇയർ പ്ലാൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്, ഓരോ 5 ഇയർ പ്ലാന്റെയും ടാർഗറ്റഡ് ഗ്രോത്ത്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ എക്കണോമിക് റിഫോംസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് റിഫോംസ് എന്ന് പറയുന്നതും എന്താ, ഇമ്പോർട്ടന്റ് ആണ്, ഫീച്ചേഴ്സ്. മൊഡ്യൂൾ 3ലേക്ക് കടന്നാൽ എക്കണോമിക് പോളിസി ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. അതിന്റെ അകത്ത് ട്രെൻഡുകൾ തന്നെ. അതിൽ നിങ്ങൾ നോക്കേണ്ടത് അഗ്രികൾച്ചറിന് ഇപ്പൊ എത്രയുണ്ട്, അതേപോലെ ഇൻഡസ്ട്രി, സർവീസ് മേഖല, അതിന്റെയൊക്കെ കോൺട്രിബ്യൂഷണൽ ട്രെൻഡ് നോക്കുക. ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ്സും ഒന്ന് നോക്കി വെക്കുക. മൊഡ്യൂൾ 4ലേക്ക് കടന്നാൽ കേരള റിലേറ്റഡ് ഫാക്ടുകളാണ്. അവിടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ഏതൊക്കെ തരത്തിലുണ്ട്, എത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫിഗറുകൾ, അതേപോലെ അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചറൽ സർവീസസിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, മൈഗ്രേഷന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഡെമോഗ്രാഫിക് ട്രെൻഡുകൾ എന്തൊക്കെയാ എന്നതും പഠിച്ചു വെക്കുക. അടുത്തത് യൂണിറ്റ് 5ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാല് അവിടെ നിങ്ങൾക്ക് വീണ്ടും HDI, HPI, PQLI, അതേപോലെ ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ് മുതലായ കോൺസെപ്റ്റുകൾ കാണാം. അവിടെ ആര് കൊണ്ടുവന്നു, ട്രെൻഡ് എന്താണ്, നമ്മുടെ സിറ്റുവേഷൻ പഠിച്ചു വെക്കുക. അതിന്റെ അകത്ത് വരുന്ന ഫാക്ടേഴ്സും നോക്കി വെക്കുക. വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി ഇമ്പോർട്ടന്റ് ആണ്. ലോറൻസ് കർവ്, ഗിന്നി കോയിഫിഷ്യൻ, ക്വിസ്നറ്റ്സ് ഇൻവേർട്ടഡ് ഹൈപ്പോത്തസിസ് ആര് കൊണ്ടുവന്നു, കോൺസെപ്റ്റ് എന്താ, അപ്ലിക്കേഷൻ ലെവൽ ഒന്നും ചോദിക്കില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. മൊഡ്യൂൾ 2ലേക്ക് കടന്നാൽ അവിടെ തിയറീസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, ഇതിന്റെ അകത്ത് ഷുംബീറ്ററിന്റെ തിയറി, ഇന്നോവേഷൻ തിയറി, ഹാരോ ഡോമറിന്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. സോളോ തിയറി, ജോൺ റോബിൻസന്റെ തിയറി, കാൾഡർ മിർലസ് മോഡല്, എൻഡോജീനിയസ് തിയറീസ് മുതലായവ ഇമ്പോർട്ടന്റ് ആണ്. മൊഡ്യൂൾ 3ലേക്ക് കടന്നാൽ സോഷ്യൽ ജുവലിസം, ടെക്നോളജിക്കൽ ജുവലിസം, ജിയോഗ്രഫിക്കൽ ഫിനാൻഷ്യൽ ജുവലിസം, ഇതൊക്കെ എന്താണ് എന്ന് നോക്കുക. ലൂയിസ് മോഡല്, ഫെയറാനസ് മോഡല്, പിന്നെ ബാലൻസ്ഡ് ഗ്രോത്ത് മോഡലുകൾ അല്ലാത്തത് ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാം. അതിൽ റോസൻസ്റ്റീൻ ഇമ്പോർട്ടന്റ് ആണ്, നെർക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അൺബാലൻസിലേക്ക് പോയാൽ ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട്, ലോ ലെവലും ഇമ്പോർട്ടന്റ് ആണ്. മൊഡ്യൂൾ 4ലേക്ക് കടന്നാൽ യൂസ് വാല്യൂ, ഓപ്ഷൻ വാല്യൂ, നോൺ യൂസ് വാല്യൂ ചോദിക്കാറുണ്ട്. ട്രാവൽ കോസ്റ്റ് മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. ഹെഡോണിക് പ്രോപ്പർട്ടി വാല്യൂസും ഇമ്പോർട്ടന്റ് ആണ്. മൊഡ്യൂൾ 5ല് കുറച്ചുകൂടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അവിടെ നിങ്ങൾ നോക്കേണ്ടത് ആക്ടുകളാണ്. വാട്ടർ ആക്ട്, അതുപോലെ തന്നെ പൊല്യൂഷൻ ആക്ട്, എൻവിറോൺമെന്റൽ ആക്ട്, ഫോറസ്റ്റ് പോളിസി ആക്ട് മുതലായവയാണ് നോക്കേണ്ടത്.
അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ മേഖലകളിലൊക്കെ പൊല്യൂഷൻ കർട്ടൈൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡ്വെൽ ചെയ്ത് വരാറുണ്ട്. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും അവരുടെ ഫംഗ്ഷനെ കുറിച്ചും ഒന്ന് നോക്കി വെക്കുക. അടുത്ത യൂണിറ്റ് മണി, ബാങ്കിങ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ആണ്. അതിന്റെ അകത്ത് ഇർവിംഗ് ഫിഷർ, JM കെയ്ൻസ്, മിൽട്ടൺ ഫ്രെഡ്മാൻ, ബൗമോൾ ആൻഡ് ടോബിന്റെ കോൺട്രിബ്യൂഷൻ. അതേപോലെ തന്നെ മണി മൾട്ടിപ്ലയർ, നമ്മൾ മൾട്ടിപ്ലയർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആക്സലറേറ്റർ പഠിക്കുന്നുണ്ട്, അതിനോടൊപ്പം മണി മൾട്ടിപ്ലയറിന്റെ ഫോർമുല പഠിക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെയും സെൻട്രൽ ബാങ്കിന്റെയും ഫങ്ഷൻസ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് വരുന്നത്, മണി മാർക്കറ്റിൽ ഏതൊക്കെയാ, അവർ തമ്മിലെ വ്യത്യാസം എന്താ എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു വെക്കുക. അടുത്തത് പബ്ലിക് ഫിനാൻസിന്റെ മേഖലയിലേക്ക് കടക്കുമ്പോൾ അവിടെ പബ്ലിക് ഫിനാൻസ് എന്താ, അതിന്റെ മെറിറ്റ്സ് എന്താ, പ്രൈവറ്റ് ഫിനാൻസും പബ്ലിക് ഫിനാൻസും തമ്മിലെ വ്യത്യാസം എന്താ, വാഗ്നേഴ്സ് ലോ ഓഫ് ഇൻക്രീസിംഗ് സ്റ്റേറ്റ് ആക്ടിവിറ്റി എന്താണ്, ഏതൊക്കെ സ്രോതസ്സുകളിലൂടെയാണ് ഗവൺമെന്റിന് വരുമാനം കിട്ടുന്നത്, പിന്നെ കാനനുകൾ ഉണ്ട് അല്ലെ, അതായത് പ്രിൻസിപ്പിളുകള്, അതും ഒന്ന് നോക്കി വെക്കുക. ഇമ്പാക്ട്, ഇൻസിഡൻസ്, ഇനീഷ്യൽ മണി ബർഡൻ, ഫൈനൽ മണി ബർഡൻ, രണ്ടും ഡയറക്ട് ടാക്സ് ഇൻഡയറക്ട് ടാക്സില് വ്യത്യാസം പഠിച്ചു വെക്കുക. ഫിനാൻസ് കമ്മീഷന്റെ റോള് ഇമ്പോർട്ടന്റ് ആണ്, റീസെന്റ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചും ഒന്ന് നോക്കി വെക്കുക. മൊഡ്യൂൾ 3ലേക്ക് കടന്നാൽ ഇന്റർനാഷണൽ ട്രേഡ്, അതിന്റെ സ്മിത്തിന്റെ തിയറി, റിക്കാർഡോന്റെ തിയറി, എച്ചോയുടെ തിയറി, ലിയോൺടിഫ് മോഡൽസ്, സ്റ്റോൾപ്പർ സാമുവൽസൺ, മെറ്റ്സ്ലർ തിയറി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. കോൺട്രിബ്യൂഷൻ ട്രെൻഡുകളും നോക്കുക. അതേപോലെ സ്റ്റോൾപ്പർ സാമുവൽസൺ തിയറി, മെറ്റ്സ്ലർ പാരഡോക്സ്, വ്യത്യാസം നോക്കി വെക്കണം കേട്ടോ. അടുത്തത് ബാലൻസ് ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ എക്കണോമിക് ഇന്റഗ്രേഷൻ, അതിൽ IMFന്റെ റോള്, IBRDയുടെ റോള്, ADBയുടെ റോൾ എപ്പോഴും ചോദിക്കുന്നതാണ്. അതേപോലെ ഈ ഒരു ഓർഡർ നമ്മളോട്, ഇവരുടെ ഫീച്ചർ അല്ല ചോദിക്കുന്ന, ഓർഡർ ചോദിക്കാറുണ്ട്. സാർക്കിന്റെ, ആസിയാന്റെ ഒക്കെ പ്രവർത്തികൾ അല്ലെങ്കിൽ ഏത് വർഷാ വന്നേ മുതലായ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. സെറ്റ് എന്ന് പറയുന്നത് ക്രാക്ക് ചെയ്താലാണ് നമുക്ക് നമ്മുടെ HSST എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി സാധിക്കുന്നത് അല്ലെ. അപ്പൊ അത് സാക്ഷാത്കരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥപരമായിട്ട് നേരാണ്. നമ്മൾ വാരി വലിച്ചു പഠിക്കുകയല്ല വേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണോ അത് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. അപ്പൊ അതിനായി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ എൻട്രിയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.